വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അറിയാതെ സഹചാരിയായി കൂടെ കൂടിയ ഈശോയുടെ വാക്കുകൾ കേട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പരിശുദ്ധ അമ്മയുടെ അനുഭവം ഒരു മനുഷ്യനോടും പറഞ്ഞറിയിക്കാനാവാത്ത വിധം എത്രയേറെ സന്തോഷപ്രദമായിരുന്നു. ഒരേ സമയം തന്നെ അമ്മ ഈശോയെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ എലിസബത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ യോഹന്നാൻ കുതിച്ചു ചാടിയതും അവരുടെ സന്തോഷം പങ്കുവച്ചത്. നമുക്ക് ക്രിസ്തുമസ് ആഗതമാവുകയാണല്ലോ. ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, ഈശോയുടെ വചനം നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയം ജ്വലിച്ച് ഹൃദയത്തിന്റെ തുടിപ്പായി നമുക്ക് ഈശോയെ കൊണ്ടു നടക്കാൻ തിരുവചനത്തിലൂടെ നമുക്ക് സാധിക്കും. അങ്ങനെ ഈശോ നമ്മുടെ ഹൃദയത്തിലും വചനത്തിലും നിറഞ്ഞു നിൽക്കട്ടെ. വചനം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവന് ഒരിക്കലും ഒരു ആപത്തിലും സങ്കടപ്പെടേണ്ടി വരില്ല. പരിശുദ്ധമ്മ ഈശോയെ വചനം പഠിപ്പിച്ച് വളർത്തിയത് കൊണ്ടാണ് ശാപകരമായ ഒരു കുരിശുമരണം കിട്ടിയപ്പോഴും ഈശോ കുരിശിൽ കിടന്ന് ശാപവാക്കുകൾ പെയ്തൊഴിക്കാതെ, കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. നമുക്കും ഈശോയുടെ തിരുവചനങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കാം. ജീവിതത്തിന്റെ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈശോയുടെ വചനം നമുക്ക് ആഹ്ലാദവും ആനന്ദവും ആശ്വാസവുമാകട്ടെ. ഈ ക്രിസ്തുമസിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. 5 മിനിറ്റ് നേരമെങ്കിലും ഈശോയുടെ തിരുവചനം എന്നും ഉരുവിടുമെന്നും വായിക്കുമെന്നും ഹൃദയത്തിൽ ഉൾക്കൊള്ളുമെന്നും നമുക്ക് തീരുമാനമെടുക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.